കഴിയുമ്പോ വീക്കെൻഡ് പറഞ്ഞു. ഹായ്, അപ്പം കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ്. കാരണം കൊച്ചിന്റെ കൂടെ ഇല്ല. ഇപ്പൊ കൊച്ചിനെ അമ്മയുടെ ചെന്നൈയും കയ്യിൽ ബേബി സിറ്റിങ്ങിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ആദ്യം തന്നെ തേക്കാൻ ഉടുപ്പ് കൊടുത്തിട്ടൊരു 3-4 ദിവസമായി. ഞങ്ങളിങ്ങനെ വിട്ടു പോവും. അത് കഴിഞ്ഞ് ഇന്നലെ ഇറങ്ങാന്ന് വെച്ചപ്പോ നല്ല മഴ, അപ്പൊ പിന്നെയും മടിയായി. അത് കഴിഞ്ഞ് ഇപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നപ്പോ അവര് കട അടച്ചിട്ടേക്കണു. വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു 4 ദിവസം കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ. അപ്പൊ അതവിടെ കട. പിന്നെ കുറച്ച് പച്ചക്കറി, പച്ചക്കറിയൊക്കെ ഇവിടെ കിട്ടും തൊട്ടടുത്ത് തന്നെ. പഴുത്ത ഏത്തപ്പഴം കിട്ടണില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ അരി കിട്ടണില്ല. അപ്പൊ നമുക്കത് റെഡ് റൈസ് തന്നെയാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം. മറ്റേ വെള്ളയരി ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു ഓപ്പസ് എന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അത് അടച്ചുപോയി. അപ്പൊ ഇനി അത് ചക്കപ്പൻ എന്നൊരു കടയുണ്ട് നമ്മുടെ ഹെണ്ണൂറ ഡെക്കാത്തലോണിന്റെ ഒക്കെ അടുത്തുള്ളത്. അപ്പൊ അവിടെ പോണം. അപ്പൊ പഴുത്ത ഏത്തപ്പഴവും വേണം അവൾക്ക് കൊച്ചിന് കൊടുക്കാൻ. അപ്പൊ ഏത്തപ്പഴം, ചുമന്ന അരി, അങ്ങനെ നമ്മുടെ നാട്ടിലെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ആ ചക്കപ്പൻ സോസ് കിട്ടും, അപ്പോൾ അത് മേടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡെക്കാത്തലോണിന്റെ ഒരു 1000 റുപ്പീസിന്റെ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് റെഡീം ചെയ്യാൻ വേണ്ടി ഡെക്കാത്തലോണിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിന്നെ ഇതൊക്കെ പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പയ്യെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുക. ബാംഗ്ലൂര് എക്സ്ട്രീം ക്ലൈമറ്റ് ആയിട്ടില്ല, പക്ഷെ എന്നാലും മഴ ഇങ്ങനെ നിൽക്കണതനുസരിച്ചുള്ള തണുപ്പും പിന്നെ വിന്റർ പതുക്കെ തുടങ്ങണു. അപ്പോൾ അത് പ്രമാണിച്ച് ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൊച്ചിനെയും കൊണ്ട് ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങുമ്പം എല്ലാവരും അയ്യോ നിങ്ങൾ ഈ കൊച്ചിനെ നിങ്ങളിങ്ങനെ കൈയില്ലാത്ത ഉടുപ്പ് അല്ലെങ്കിൽ കുഞ്ഞി കൈയുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇറക്കല്ലേ, തണുപ്പല്ലേ. അപ്പൊ അവക്ക് ആക്ച്വലി അത് കുഴപ്പമില്ല, കൊച്ചിനും അത് കുഴപ്പമില്ല. അവക്ക് പൊതുവേ തണുപ്പാണ് ഇഷ്ടം തോന്നൂല്ലേ. ചൂട് അവൾക്ക് ഭയങ്കര ക്രാങ്കി ആവും. പക്ഷെ തണുപ്പ് അവളിപ്പോ ഓക്കെ ആണ്. ഇതുവരെയുള്ള ക്ലൈമറ്റിലൊക്കെ അവൾ ഓക്കെയാണ്. പക്ഷെ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. കാരണം നമ്മളിങ്ങനെ കാര്യം അവളിങ്ങനെ അതുങ്ങൾക്ക് പറയാനും അറിയില്ലല്ലോ തണുക്കുന്നുണ്ടോന്ന്. ചിലപ്പോൾ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ കൈയും കാലം ഇങ്ങനെ ഐസ് പോലെ ഇരിക്കണ പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പൊ ഫുൾ സ്ലീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിന്റർ ക്ലോത്തിങ് കുറച്ച് മേടിക്കണം എന്നുണ്ട്. അപ്പൊ വിശാൽ മാർട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. ഡെക്കാത്തലോണും വിശാൽ മാർട്ടും ചക്കപ്പൻ സ്റ്റോഴ്സും ഒക്കെ ടക്ക് 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 എന്ന് കിടക്കണേ ഒരു ട്രയാങ്കിൾ പോലെ. അപ്പൊ ആ പരിപാടിയൊക്കെ ഒന്ന് തീർക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒരു സാറ്റർഡേ കിട്ടിയതാ. വണ്ടി ഒന്ന് ഓടണം. നമുക്ക് കുറച്ച് നാളായിട്ടുണ്ട് പോലീസിനെ പറ്റി പറയാൻ പോയപ്പോഴത്തേക്കും പോലീസ് ബാംഗ്ലൂർ KL രജിസ്ട്രേഷൻ വണ്ടിയുടെ ഇങ്ങനെ പിടിക്കണോന്ന് ഇങ്ങനെ കേട്ടാണ് നമ്മൾ പേടിച്ച് വണ്ടി അങ്ങനെ പുറത്തേക്ക് ഇറക്കാറില്ല. കാർ ആകെ പുറത്തേക്ക് ഇറങ്ങണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവളുടെ വാക്സിനേഷൻ അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഇനി അടുത്ത വാക്സിനേഷൻ ഒക്ടോബർ പകുതി ആവാതെ ഇല്ല. അപ്പൊ അത്ര നാള് കാർ ഇങ്ങനെ കിടക്കണ്ട. അപ്പൊ കാറിന് ഒരു ഓട്ടാവണം എന്നൊക്കെ വിചാരിച്ച് ആണ്. അപ്പൊ അതെല്ലാം കൂടെ ഒന്നിച്ച് സാറ്റർഡേ കിട്ടി. പിന്നെ കുറെ നാൾക്ക് ശേഷം ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒന്ന് പുറത്ത് പോവാലോ. കാരണം ഇപ്പൊ പണ്ടൊക്കെ നമ്മളുടെ പുറത്ത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലേക്ക് ഹൗസിൽ പോവാം, ലേക്ക് ഹൗസിൽ സ്റ്റീക്ക് കഴിക്കാം, അതൊക്കെയായിരുന്നു. ഇപ്പൊ നമുക്ക് കൊച്ചിന് വിന്റർ ക്ലോത്തിങ് മേടിക്കാം. ആദ്യം വിചാരിച്ചു അവളെ കൊണ്ടുപോവാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അവള് ഉണ്ടെങ്കിൽ ഫുൾ ടൈം നമുക്കൊരു ഇച്ചിരി ഇതായിരിക്കും. എല്ലാം ഇങ്ങനെ നോക്കി ഒന്നും എടുക്കാൻ പറ്റണം എന്നില്ല. ആളിനിപ്പോ വല്ല കരയോ ചെയ്യുകയാണെങ്കിൽ അവളെ എടുത്തോണ്ട് ഒരാൾ പുറത്തു പോകണം, അല്ലെങ്കിൽ ഒരാൾ എന്തായാലും ഫുൾ ടൈം അവളെ നോക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടെന്നല്ല പറയണേ, പക്ഷെ ചെറിയ നമുക്ക് വേറെ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നും. പിന്നെ ഇപ്പൊ അവളുടെ നാപ്പ് ടൈമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അവളുടെ ഉറക്കം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം മൊത്തം ആള് കുറച്ച് അലമ്പായിരിക്കും. അപ്പൊ അതാണ് അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ കാണുമ്പോ നാണം വരുന്ന പപ്പ മാറ്റിക്കോളാം. എൻ്റെ അടുത്ത് വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്കും മാറ്റിക്കോ. പുറകിൽ പുൾ പ്ലസ് ശ്രദ്ധിച്ചു ആക്ച്വലി സാധനങ്ങളൊക്കെ കാർ സീറ്റ് വെച്ചു. കാർ സീറ്റിന്റെ വീഡിയോ ഇറക്കിയോ? കാർ സീറ്റിന്റെ വീഡിയോ ഇറക്കിയിട്ടില്ല ഗൈസ്, നോ വീഡിയോ. കാരണം പെണ്ണ് കയറി ഇരുന്നിട്ടില്ല അമ്മയിലേക്ക്. കാർ സീറ്റ് ബാക്കിൽ വെച്ചു. അത് ഇങ്ങനെയല്ല വെക്കേണ്ടത്, ശരിക്കും ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പൊ അതിന്റെ യൂസർ മാനുവലൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് വേണം അതെങ്ങനെയാ വെക്കേണ്ടതെന്നൊക്കെ നോക്കാൻ. അപ്പൊ അത് പ്രമാണിച്ച് ബാക്കിൽ കുറച്ച്
സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിക്കിടക്കും അറേഞ്ച് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ അവളെ കയറ്റി കഴിയുമ്പോഴത്തേക്കും അവൾ അത് വലിച്ചിടും ഇത് വലിച്ചിടും. സോഫ്റ്റ് ടോയ്സ് മൊത്തം എന്റെ സോഫ്റ്റ് ടോയ്കളാണ്. ഈ കാരണത്തിരിക്കുന്ന സോഫ്റ്റ് ടോയ്സ് ഒക്കെ എന്റെയാ. എന്റെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഇപ്പൊ അവളുടെ സോഫ്റ്റ് ടോയ്സ് അല്ലെങ്കിൽ അവളുടെ ക്യൂ ടോയ്സ് ആയി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം ഒന്നും അറേഞ്ച്ഡ് ഒന്നും അല്ല. പൊതുവെ ഇങ്ങനെ വൃത്തിയില്ലാതെ അല്ലെങ്കിൽ ക്ലട്ടേർഡ് ആയിട്ട് എന്റെ സാധനങ്ങൾ കാണാറില്ല. ബട്ട് ഹൗ തിങ്സ് ചേഞ്ച് ആഫ്റ്റർ യു ഹാവ് എ ബേബി അല്ലേ. കാറാണെങ്കിലും വാഷ് ചെയ്യാൻ കൊടുക്കാതായി. നല്ല പൊടിയുണ്ട്, പുറത്തേക്ക് ഇറക്കണില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടിരുന്നതാണ്. പക്ഷെ അത് പറ്റില്ല. നമ്മൾ ഇറക്കാൻ നോക്കുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റിക്ക് നമ്മുടെ എന്തായാലും വൃത്തിയില്ലാത്ത മനുഷ്യരാണ്, നിങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നത് കാർ ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ കാണിക്കണേ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ഈ അതൊക്കെ ചെയ്യണം. പിന്നെ ഫോൺ ഇങ്ങനെ പിടിച്ച് കൈ വേദന എടുക്കാൻ തുടങ്ങി കുറച്ച് നേരത്തേക്ക്. ചാക്കപ്പൻ സ്റ്റോഴ്സിന്റെ അവിടെ പാർക്കിംഗ് കിട്ടുവാണെങ്കിൽ നമ്മൾ ആദ്യം അവിടെ കയറും. എന്നിട്ട് ഡെക്കാത്തലോണിൽ പോയിട്ട് വിശാൽ മാർട്ട് കയറാന്ന് വിചാരിക്കണം. പക്ഷേ ഈ സൈഡിൽ പാർക്കിംഗ് കിട്ടാൻ ചാൻസ് കുറവാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ഡെക്കാത്തലോൺ പോയി വിശാൽ മാർട്ട് പോയി ചാക്കപ്പൻ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടത് കിട്ടുന്ന ഒരു ഏരിയയാണ്. കണ്ടുപിടിയൊക്കെ ഇഡലി അതിൻ്റെയൊക്കെ അരച്ചു കൊടുക്കുന്ന സ്ഥലം. പിന്നെ ഫർണിച്ചർ ഷോപ്പുകളുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള കുഞ്ഞു പിള്ളേരെ ആണെങ്കിലും നമ്മളാണെങ്കിലും കോട്ടൺ ഡ്രസ്സുകൾ കിട്ടുന്ന കടകള്. കേരള റെസ്റ്റോറൻറ്റ്സിന്റെ ഒരു ഹേവനാണ് ഇത്. തലശ്ശേരി റെസ്റ്റോറന്റ് ഇവിടെയാണ്, ആട്ടുതീര് ഇവിടെയാണ്, പിന്നെന്താ അൽസാജോ സംസമോ അങ്ങനെ എന്താണ്ട് കുറെ കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങള് ഒരിടയ്ക്ക് മൊത്തം വന്ന് ഫുഡ് കഴിച്ചോണ്ടിരുന്ന സ്ഥലമാണിത്. ഇതെല്ലാം താവൂൻ ഇവിടെയാണ്. താവൂൻ കേരള റെസ്റ്റോറന്റ് ആണ് ആക്ച്വലി എല്ലാം തോന്നുന്നു. പക്ഷെ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മുടെ എല്ലാ ക്യൂസീനും കിട്ടുന്ന ഒരു സ്ഥലമാണ് താവൂൻ. താവൂൻ കുറച്ച് ഹൈ പ്രൊഫൈലും കൂടിയാണ്. എല്ലാം കിട്ടും. പിന്നെ നമ്മുടെ ജ്വല്ലറികള് ഭീമല്ലേ ഇവിടെ, ജോസ് അൽക്കാസോ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ ജ്വല്ലറികള് ഉള്ള ഏരിയ ആണ് ഇത്. ആക്ച്വലി ഒരു ഹെബാൾ ഏരിയയിലെ മിനി കേരള എന്ന് പോലും പറയുന്നതാ. കാരണം അതെ ഇതാണ് ആട്ടുതീരം. ഇവിടെ നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കിട്ടും ഗൈസ്. ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ബീഫ് കിട്ടുന്ന ഒരു കേരള റെസ്റ്റോറൻറ്റ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ. ഓ ഇത് പുതിയ കടയാണല്ലോ, ഈസി ബൈറ്റ്സ് ബൈ എംപയർ. ഇത് മറ്റേ എംപയർ ആണോ? പഞ്ചാബി ധാബ. ഒട്ടുമിക്ക എല്ലാ ഈറ്ററീസും എല്ലാ ക്വിസീനും ഇവിടെ തന്നെ കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് നമ്മള് എന്താ അബദ്ധം പറ്റിപ്പോലും ആൾക്കാരെ മലയാളത്തിലൊന്നും കമന്റ് അടിക്കരുത്. ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും മലയാളികളാണ്. ഡെക്കാത്തലോണിൽ പോയിട്ട് നമുക്ക് ഒരു തവണ എന്തോ പറയുന്ന സമയത്ത് ഇങ്ങനെ അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന പെണ്ണിച്ചിരിക്കുന്നു. പിന്നെ ചോദിച്ചാൽ മലയാളിയാണോ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി പറഞ്ഞാൽ അതെ. അപ്പം നോക്കിയപ്പോൾ എന്താ കൗണ്ടറിൽ നിൽക്കുന്ന സ്റ്റാഫ് മൊത്തം മലയാളികൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഡിസൈൻ കോളേജ് എന്തോ ഒരു കോളേജ് ഉണ്ട്. അപ്പോൾ ആ കോളേജിന്റെ അതെ വിശാൽ മാർട്ട്. നമ്മൾ വിശാൽ മാർട്ടിന്റെ മുകളിൽ തന്നെ മദർഹുഡ് ഹോസ്പിറ്റൽ ഉണ്ട്. അതിന്റെ കൂടി കോമൺ പാർക്കിംഗ്. ചാക്കപ്പൻ സ്റ്റോർ അതെ ഈ മഞ്ഞ ബോർഡാണ്. നമുക്ക് നാട്ടിലൊരു ചാക്കപ്പൻ മാമനുണ്ട്. ഇതാണ് ചാക്കപ്പൻ സ്റ്റോർസ്. പാർക്കിംഗ് ഉണ്ടല്ലോ അല്ലേ? എടുത്തണോ? എന്താ വേണ്ടേ? കപ്പ നല്ലതാണോ നോക്കാൻ ഓർക്കണേ പോലെട്ടാ. ഇതാണ് ചാക്കപ്പൻ സ്റ്റോഴ്സ് കേരള മാർക്കറ്റ്. നമ്മൾ പാർക്കിങ്ങിന്റെ അഭാവത്തിൽ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തു. ഡെക്കാത്തലോണിൽ പോയി വിശാൽ മാർട്ടിൽ കയറി ചാക്കപ്പൻ. ഇതാണ് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. കണ്ടോ, തലശ്ശേരി റെസ്റ്റോറൻറ്റ്. ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ടൗൺ കഴിഞ്ഞോ ഇല്ലല്ലോ. ടൗൺ ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു, ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞാൻ പറയുമ്പോൾ അപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ഒട്ടുമിക്ക എല്ലാവരും വന്ന് തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ എപ്പോഴും ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ കാണാം. നമ്മളവിടെ പോകുമ്പോൾ അവർ മറ്റേ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഫുൾ ഗ്രൂപ്പായിട്ടിരുന്ന് നല്ല രസമാണ്. അത് മലയാളികളും ഉണ്ടാവാറുണ്ട് എല്ലാ കൂട്ടത്തിലും, മിക്കപ്പോഴും മലയാളി. അതേ ഒരു ടാറ്റു പാർലർ ഉണ്ട് കേട്ടോ പോലെട്ടാ. ഇപ്പോഴാണ് ഞാൻ കണ്ടത് ഹംസഹസ്ത. ഫോക്കസ് ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഒട്ടുമിക്ക എല്ലാ
കാര്യങ്ങളും ഉള്ളൊരു ഒരു ബിസി ഏരിയ ആണ് ആക്ച്വലി നോർത്ത് ബാംഗ്ലൂർ. വെച്ചാൽ ക്രൗഡഡ് അല്ലെങ്കിൽ ഈ ഹെണ്ണൂർ ഏരിയ കുറച്ച് ബിസിയാണ്. നൈറ്റ് ലൈഫ് ഇവിടെ ഭയങ്കര സൂപ്പർ. ഇവിടെ അല്ലേ ബിഗ് ബ്രൂസ്കി? ഇവിടെ നിന്ന് ഇത്തിരി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബ്രൂസ്കി ആണ്. ബ്രൂസ്കി പബ് സൂപ്പർ പബ്ബാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ ബാംഗ്ലൂര് ആക്ച്വലി നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലത്തെ പബ്ബുകളല്ല, അതെ കുറച്ചും കൂടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു പബ്ബുകൾ ഉണ്ട് ബാംഗ്ലൂര്. അതിനകത്ത് ഒരെണ്ണമാണ് ബിഗ് ബ്രൂസ്കി. ഇതേ മലബാർ അല്ലേ ഇത്? യെസ്, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ഇവിടെ ജോസ്കോ എന്തോ പറഞ്ഞ, അതെ ഡെക്കാത്തലോൺ. നമ്മളിപ്പോൾ യൂട്യൂബ് എടുത്ത് ഡെക്കാത്തലോണിലേക്ക് വരും. നമ്മൾ ഇവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ നമ്മൾ നോക്കിയായിരുന്നു ഫ്ലാറ്റുകൾ ആക്ച്വലി. പക്ഷേ കുറച്ച് ഹൈ എൻഡ് ഫ്ലാറ്റുകളാണ് ഇവിടെ എല്ലാം. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കുറച്ച് മെയിൻ ഏരിയയും കൂടെയാണ്. അപ്പം പിന്നെ അതിനനുസരിച്ചുള്ള പ്രൈസും എല്ലായിടത്തും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ഡെക്കാത്തലോണിലേക്ക് പോവാണ്. ഡെക്കാത്തലോണിനുള്ള വീഡിയോഗ്രാഫി അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിലും മിക്കവാറും ഞങ്ങൾ വീഡിയോ എടുക്കാൻ ചാൻസ് കുറവാണ്. കാരണം പെട്ടെന്ന് മേടിക്കാനുള്ള സാധനങ്ങൾ കടകടയിൽ നിന്ന് മേടിച്ച് പോക്കാണ് ഉദ്ദേശം. അവളെ എണീക്കുമ്പോഴത്തേക്കും വീട്ടിലെത്തിയാൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം മൺഡേ ടു ഫ്രൈഡേ അങ്ങനെ അധികം അവളുടെ കൂടെ കിട്ടാറില്ലല്ലോ. ജോലിയുള്ള തന്നെ രാത്രി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം വീക്കെൻഡ്സ് എനിക്ക് ഞങ്ങളുടെ ഒരു അസ് ടൈമും വേണം. അറ്റ് ദ സെയിം ടൈം അവളുടെ കൂടെയും കുറച്ച് ക്വാളിറ്റി ടൈം വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ പാക്ക് ചെയ്തു പാർക്ക് ചെയ്യാൻ പോവാ. പാർക്ക് ചെയ്യാൻ പോവാന്ന് പറ. ശരി. ഇപ്പൊ ഞാൻ വെയിലത്ത് നിൽക്കണ എന്താന്ന് വെച്ചാൽ ഇന്നലെ തിരിച്ചു വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ അതേ കാറിനുള്ള പൊടി പിടിച്ചിരുന്ന പുഴുമോനെ ഞങ്ങളൊന്ന് വാഷ് ചെയ്തു. അപ്പൊ പുള്ളിയെ വെയിലത്ത് കൊണ്ടൊന്ന് ഇടാൻ പോവാ. അപ്പളാ പോരാട്ടം ഓർമ്മിപ്പിച്ച് ഇന്നലെ ബാക്കി എടുത്തില്ലല്ലോ എന്ന് മേടിച്ച ഉടുപ്പൊക്കെ കാണിച്ചിട്ടേ. വിന്റർ ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ സ്വെറ്റർ ഒന്നും അല്ല കേട്ടോ. ഇവിടെ താഴ്ച ജസ്റ്റ് നടക്കാൻ ഇറങ്ങുമ്പോൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇത്തിരി കട്ടിയായിട്ടുള്ള സാധനങ്ങൾ. ഒന്നതേ ഇതാണ്. നമ്മൾ വിശാൽ മാർട്ടിലാണ് പോയാൽ പറഞ്ഞ പോലെ. അപ്പോൾ ഈ പിള്ളേര് പെട്ടെന്ന് ഔട്ട്ഗ്രോ ചെയ്യണമായിരുന്നു. അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല മേടിച്ച് വെക്കണേ. ഒന്ന് ഇത് ക്യൂട്ട് ബണ്ണിന്ന് എഴുതിയ. പിന്നെ ഫുൾ സ്ലീവ് അവിടെ ഭയങ്കര കുറവായിരുന്നു. പീച്ചും പിങ്ക് കളറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗേൾസിന്. പിന്നെ ബോയ്സ് ക്ലോത്തിങ് എനിക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവർക്ക്. ഇത് അതല്ല. ഇത് ഇവക്കിപ്പോൾ പാകമായതായിരുന്നു നല്ല അലക്കിയിട്ടതാണ്. ഇത് ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ചതാണ്. നമുക്ക് ആ കൂപ്പൺ തികയ്ക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണിത്. പിന്നെ പറഞ്ഞിട്ട് ഇതും ഫുൾ സ്ലീവാണ്. ഇപ്പം നല്ല കട്ടിയുണ്ട് കേട്ടോ. കണ്ടാൽ മനസ്സിലാവും എനിക്കറിയില്ല. പിന്നെ ഒരെണ്ണം ഇത് പാൻറ്റും ഇതും കൂടി സെറ്റ്. ഇത് ആണ് അവൾക്ക് മേടിച്ചേക്കണേ ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ. ഇപ്പം മോള് നല്ല കാറ്റ് നല്ല വെയിലുണ്ടെങ്കിൽ കഴിഞ്ഞ നേരത്തെ തുറക്കാൻ പോലും പറ്റണില്ല. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊരു എനിക്ക് എത്ര വയസ്സായി? ഓക്കെ, ഒരു 15-18 വർഷം പ്രായം ഉണ്ടാവും ഈ പുള്ളിക്ക്. അക്കുച്ചേട്ടൻ ആദ്യമായിട്ട് ഓൺ സൈറ്റ് പോയപ്പോൾ അബുദാബിയിലാണോ ദുബായിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അബുദാബിയിലോ ദുബായിലെന്തോ ആദ്യമായിട്ട് അക്കുച്ചേട്ടൻ ഓൺ സൈറ്റ് പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്ന സാധനമാണ്. അന്ന് തന്നെ ഞാൻ ഇതിനിട്ട പേരാ പുഴുമോൻ. ഏകദേശം ഒരു 18-15 വർഷം പ്രായമുണ്ട് ഈ പുള്ളിക്ക്. ഞാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോഴൊക്കെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയ ഒരാളാണിത്. ഒന്നാമത് ആളിച്ചിരി ഉള്ളത് കൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ നല്ല രസമാണ്. ഇപ്പോഴും കാറിൽ കയറുമ്പോൾ ഞാൻ ഇതിനെ കെട്ടിപ്പിടിച്ചിരിക്കും. ബാക്കിലാണ് ഇരിക്കണമെങ്കിൽ. പിന്നെ ചിലപ്പം നീ ഭാവിയിൽ ചക്കൂനും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇതിനും കൂടി അകയിലിടട്ടെ അലക്കിയത് കാരണം. അകയിലിട്ടു പോവാണ്. അങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു സാറ്റർഡേ സൺഡേയും കൂടെ കഴിഞ്ഞു. അമ്മ എന്തോ ഉണക്കാൻ വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ സാധനങ്ങളാണ്. വറ്റൽമുളക അങ്ങനെ തീർന്നു. ഇനി അടുത്തൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണു. ശരിക്കും നമ്മൾ ഈ പനത്തിനകത്ത് വായിക്കില്ലേ IT ആൾക്കാരുടെ ലൈഫ് മൺഡേ ടു ഫ്രൈഡേ, പിന്നെ വീക്കെൻഡ് ടു വീക്കെൻഡ് ആണ്. സത്യം അത് മൺഡേ ടു ഫ്രൈഡേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഒന്നി തീർക്കാം. വീക്കെൻഡ് കിട്ടുന്ന വിചാരിക്കുമ്പോൾ വീക്കെൻഡ് എന്നും പറഞ്ഞു പോകും. ഞങ്ങളുടെ വീക്കെൻഡും പോയി. അവളുടെ കുളിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഇതുവരെ.